സനാതന ധർമ്മം ഒന്നിപ്പം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. എവിടെയായിരുന്നു ഈ കാലം? ഏത് കാലത്തെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്? ഈ സനാതന ധർമ്മം ഉണ്ടായ കാലം ഏതാ? നല്ലപോലെ ഞങ്ങൾക്ക് പറയാനറിയാം കാലം ഏതാന്ന്. അത് EMS പറഞ്ഞാണ് ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ. ആ നാടുവാഴി വ്യവസ്ഥയിലെ മനുസ്മൃതി എന്ന് പറയുന്നത് ജാതി ശ്രേണിയിലെ ഓരോ വിഭാഗവും നിൽക്കേണ്ടുന്ന അടിയും അതുപോലെ തന്നെ ദൂരവും കണക്കാക്കുന്നതാണ്. തൊടാൻ പാടില്ല, തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, കണ്ടുകൂടാ, നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂടാ. ഇതാണ് അടിമതുല്യമായി ജീവിച്ച ഒരു മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമായി ബ്രാഹ്മണ്യ എന്ന് പറയുന്ന ബ്രാഹ്മണ മേധാവിത്വം നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് ഈ പറയുന്ന സനാതനം എന്ന് പറയുന്ന നടക്കുന്ന ധർമ്മം. അത് ബ്രാഹ്മണന് വേണ്ടിയാ. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ 4 വർണ്ണം അറിയാലോ എല്ലായിരിക്കും. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. കേരളത്തിലാണെങ്കിൽ ഒന്നേ ഉള്ളൂ കാര്യമായിട്ട്, അത് ബ്രാഹ്മണരാണ്. പിന്നീടുള്ള ശൂദ്രരേ ഉള്ളൂ. ഈ 4 വർണ്ണം, അതിനിടയിലുള്ള 2 എണ്ണം ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ കാര്യമായിട്ട് കേരളത്തിലില്ല. ബാക്കി മുഴുവൻ ആളുകളും വർണ്ണമില്ല. ഈ വർണ്ണമില്ലാത്തവരാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും വളരെ വളരെ കൂടുതൽ ആളുകൾ. ആ വർണ്ണമില്ലാതെ മുഴുവൻ മനുഷ്യന്മാരാണ് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അനുഭവിച്ചത്. ഏതാണ്ട് 85% വരും. ഹിന്ദു ജനസംഖ്യയിലെ 85% വർണ്ണമുള്ളവരല്ല. അതിന് പിന്നോക്കക്കാരനും OEC-കാരൻ OBC-കാരൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും വർണ്ണമുള്ളവരല്ല, അതല്ല അവർണ്ണരാണ്. വർണ്ണമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മാതിരിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവരെ കൂടി ഇരുത്തി വളരെ ഫലപ്രദമായി ആരോഗ്യകരമായി ചർച്ച നടത്താൻ എന്താ കുഴപ്പം? അത് ആ രീതിയിൽ അവതരിപ്പിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സുനിൽ P. ഇടകളത്തെ പോലുള്ള ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? അത് ചോദ്യം മനസ്സിലായിട്ട് ഞാൻ ഇത്രയും വിശദീകരിച്ചു.